തിരുവനന്തപുരം നഗരസഭയിൽ കൌൺസിലർമാരുടെ കൂട്ടയാടി. ബിജെപി LDF പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. കാപ്പ കേസിൽ ഉൾപ്പെട്ട ബിജെപി കൌൺസിലർ സുഗതന്റെ സത്യപ്രതിജ്ഞയ്ക്കായി കൌൺസിൽ യോഗം നീട്ടിക്കൊണ്ടുപോകുന്നുവെന്നാരോപിച്ച് LDF നടത്തിയ സമരമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മേയർ VV രാജേഷിനും ഇരുപക്ഷത്തെയും കൌൺസിലർമാർക്കും പരിക്കേറ്റു. മുമ്പത്തെ ആയിട്ട് കൂടെ കടന്നില്ലേ, അവർ പുറത്ത് തന്നെ ഇരിക്കുകയല്ലേ, ഇതാ കടന്നിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ചത്, അതൊക്കെ AK സെന്ററിൽ പോയി പറഞ്ഞാൽ മതി. പരിക്കേറ്റ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ കാലിന് നല്ല പെയിനുണ്ട്, ഇടത് കാലിന്. ചെരുപ്പ് അവിടെ പോയി. സംഭവിച്ചത് എന്താന്ന് അല്ല, ഞാൻ ചോദിക്കട്ടെ, മേയറെ കാണാൻ വരുന്നവർ രാവിലെ മുതൽ ഭീഷണിപ്പെടുത്തി വിടുക. മേയർ വന്നപ്പോൾ തന്നെ മുമ്പ് നിന്ന് കുറച്ചൊരു മുദ്രാവാക്യം വിളിക്കുക. അവരെ മുദ്രാവാക്യത്തിന് കീഴടങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോകണം. എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്, കളക്ടർ സത്യപ്രതിജ്ഞ ഇവിടെ അയച്ചത് ജനങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി മേയറുടെ റൂമിൽ നിന്ന് പ്രവർത്തിക്കാനാണ്. അതിനുവേണ്ടി വരുമ്പോഴേക്കും അതിൻ്റെ മുമ്പിൽ കസേര വിളിച്ചിട്ട് അവർക്ക് ചെയ്യാമല്ലോ, രണ്ട് സൈഡിലും സമരം ചെയ്യാമല്ലോ. ഞങ്ങളൊന്നും പറയില്ല. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും അവർ സമരം ചെയ്യുന്നു. അവരുടെ സമരത്തിന് ഞങ്ങൾ എപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ട്. അവരെ സമരം ചെയ്യാനുള്ള അവകാശമാണ്, ഞങ്ങളതിനെ ബഹുമാനിക്കുന്നു. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മേയറുടെ റൂമിൽ കയറാൻ സമ്മതിക്കുന്നതൊക്കെ പറഞ്ഞാൽ അത് നടക്കൂ. അതൊക്കെ അവരോട് വെച്ച് അവസാനിപ്പിച്ചോളണം. പോലീസുകാർക്കും കിട്ടി. പോലീസുകാരെ അടിക്കുകയാണ്. വനിതാ പോലീസിനെ ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയതേ ഉള്ളൂ ആശുപത്രിയിലേക്ക്. ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല, അവർ ഉപദ്രവിച്ചിട്ടാണ്. കസേര എടുത്ത് അടിക്കുകയാണ്. CPM മേയർ ആക്രമിച്ചു എന്നാണ് BJP ആരോപണം. ഈ ആരെയാണ് അടിക്കുന്നത്? ഇവിടെ മുൻ മേയറെ അടക്കം അവർ ചവിട്ടി തള്ളി തറയിട്ട് ഉപദ്രവിക്കുകയല്ലേ ചെയ്തത്. 3 വനിതാ കൌൺസിലർമാരാണ് ഇപ്പോൾ ആശുപത്രിയിലായത്. 3 പേരാണ്. എന്ത് ന്യായമാണ് ഈ പറയുന്നത്? മേയറാണ് ആദ്യം ആക്രമിച്ചത്. നിങ്ങൾ വിഷ്വൽസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. 10-15 പേര് കൌൺസിലർമാരാണ് അവിടെ ഇരുന്ന് സമരം നടത്തിയത്. മേയറുടെ ഒരു സംഘം ആളുകൾ കയറി വന്ന് മേയറാണ് ആദ്യത്തെ ഇടി തുടങ്ങുന്നത്. അത് വിഷ്വൽസ് പരിശോധിച്ചാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഒരു ഗൂഢാലോചനയാണ്. മേയറെ ആക്രമിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ ഒരു തിരക്കഥ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളാണ്. സുഗതന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മേയറുടെ നേതൃത്വത്തിലുള്ള ഒരു തിരക്കഥ മാത്രമാണിത്. ഇതിന് ഗുരുതരമായിട്ട് പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി LDFന്റെ കൌൺസിലർമാർക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ പുറത്തുവിടുകയാണ് ഈ പുരുഷ കൌൺസിലർമാരടക്കം പുറത്തുവിടുമെന്ന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പം ഞങ്ങളുടെ തിരുവനന്തപുരം നഗരസഭയുടെ മേയർക്ക് അദ്ദേഹത്തിന്റെ റൂമിൽ കയറണ്ടേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ റൂമിൽ പോയവരും കയറ്റില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ന് രാവിലെ മനഃപൂർവ്വം, കാരണം 3 ദിവസമായിട്ട് അവർ പുറത്ത് സമരം ചെയ്യുകയാണ്. ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർക്ക് സമരം ചെയ്യാം, ആർക്കും സമരം ചെയ്യാം. ഞങ്ങളും സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങളും മുൻ മേയർക്കെതിരെ ഞങ്ങളും സമരം ചെയ്തിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഞങ്ങൾ ഒരിക്കൽ പോലും മേയറെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ തിരുവനന്തപുരം നഗരസഭയുടെ മേയറെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കൌൺസിലർമാർ ആക്രമിച്ചത്. അദ്ദേഹത്തെ വന്ന ഉടനെ തന്നെ മറിച്ചിടുകയായിരുന്നു. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം ഞങ്ങൾ വനിതാ കൌൺസിലർമാരെന്ന് പോലും നോക്കാതെ ഞങ്ങൾ എല്ലാവരെയും മനഃപൂർവ്വം ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. ഇത് ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കുക തന്നെ ചെയ്യുകയാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. ഇവിടെ ഇരിക്കുന്ന പലരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരാണ്. ഞങ്ങൾക്ക് കമ്മിറ്റി കൂടണം, സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കൂടണം. അപ്പോൾ പക്ഷേ ഞങ്ങളിന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഒന്നും തന്നെ കൂടാൻ പറ്റില്ല എന്ന രീതിയിൽ മനഃപൂർവ്വം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെമ്മാടിത്തമല്ലേ ഇവർ കാണിക്കുന്നത്? CPM പറയുന്നത് മേയർ അവരെ ആക്രമിക്കുകയായിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ, എല്ലാം വീഡിയോയിലുണ്ടല്ലോ. നടപടിയായിട്ട് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇന്നലെ കോടതി വിധി വന്നതിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത് അതിനാടകീയമായ രംഗങ്ങളാണ്. ഇന്ന് മേയറും ഡെപ്യൂട്ടി മേയറും കൌൺസിലർമാരും ഉൾപ്പെടെ നിലത്ത് കിടക്കുന്ന ദൃശ്യങ്ങൾ വരെ വരികയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വലിയ സംഘർഷമാണ് തിരുവനന്തപുരം നഗരസഭാ ആസ്ഥാനത്ത് ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM ഇടതുമുന്നണിയുടെ റിലേ സത്യാഗ്രഹം നഗരസഭാ ആസ്ഥാനത്ത് നടക്കുകയാണ്. കാപ്പ കേസിൽ പ്രതിയായ വാഴൂട്ടുകോണം കൌൺസിലർ സുഗതനെ കൌൺസിലിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പ്രധാന ആവശ്യം. അതിനൊപ്പം തന്നെ കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യവും ഇടതുമുന്നണിക്കും UDFനുമുണ്ട്. ഇന്നലെയാണ് നാടകീയമായ സംഭവവികാസങ്ങൾ വീണ്ടും കൌൺസിൽ ഉണ്ടായത്. അത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. ചട്ടപ്രകാരമല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദായിക്കൊണ്ടാണ് ഹൈക്കോടതി വിധി ഉണ്ടായത്. എന്നാൽ അത് വളരെ പെട്ടെന്ന് ആരെയും അറിയിക്കാതെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് മേയർ നടത്തുകയായിരുന്നു എന്നാണ് CPMന്റെ ആരോപണം. 20 കൌൺസിലർമാരിൽ ഒരാൾ ജയിലിലാണ്, സുഗതൻ. 19 പേരുടെ സത്യപ്രതിജ്ഞ ഇന്നലെ മേയറുടെ കോൺഫറൻസ് ഹാൾ വിളിച്ചു ചേർത്തു. അതും ചട്ട
ചട്ടവിരുദ്ധമെന്ന് CPM ആരോപിച്ചു. അതിന്റെ പ്രതിഷേധമാണ് ഇന്ന് സഭയിൽ ഉണ്ടായത്. രാവിലെ തന്നെ കൌൺസിലിൽ ഉണ്ടായത്. രാവിലെ തന്നെ CPM കൌൺസിലർമാർ, ഇടതുമുന്നണി കൌൺസിലർമാർ മേയറുടെ ഓഫീസ് ഉപരോധിച്ചു. അപ്പോൾ മേയർ ഓഫീസിൽ ഇല്ലായിരുന്നു. പിന്നീട് പോലീസിനോട് മേയറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. മേയർക്ക് ഇവിടെ വന്നാൽ അകത്തേക്ക് പോകാൻ കഴിയുമോ എന്ന ചോദ്യമാണ് പോലീസിനെതിരെ ഉണ്ടായത്. മേയറെ സുരക്ഷിതമായി അകത്ത് കയറ്റാം, ഈ സമരം ചെയ്യുന്ന കൌൺസിലർമാർക്കിടയിലൂടെ അല്ലെങ്കിൽ മറ്റു വാതിലൂടെയോ എത്തിക്കാമെന്ന ഉറപ്പ് പോലീസ് നൽകി. പക്ഷേ മേയർ VV രാജേഷ് ഒറ്റയ്ക്കായിരുന്നില്ല കൌൺസിൽ ആസ്ഥാനത്തേക്ക് എത്തി. അദ്ദേഹത്തിനൊപ്പം BJPയുടെ മറ്റു കൌൺസിലർമാരും പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവർ ഈ സമരം ചെയ്യുന്ന കൌൺസിലർമാർക്കിടയിലൂടെ ബലപ്രയോഗത്തിലൂടെ അകത്ത് കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. CPMന്റെ ആരോപണം അതുതന്നെയാണ്. ഈ പ്രവർത്തകരെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമമുണ്ടായി. അവിടെ സംഘർഷമുണ്ടായി. CPM കൌൺസിലർമാർ ബോധപൂർവ്വം മേയറെ ആക്രമിച്ചു. മേയറെയും ഒപ്പമുള്ള ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവരെ ആക്രമിച്ചു എന്ന് BJP ആരോപിക്കുന്നു. തിരിച്ചാണ് ഉണ്ടായത്. കസേര പോലും എടുത്തു CPM കൌൺസിലർമാർക്ക് നേരെ മേയറും BJP പ്രവർത്തകരും, കൌൺസിലർമാർ മാത്രമല്ല അവർക്കൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകരും ഉണ്ടായിരുന്നു, അവരും ആക്രമിച്ചുവെന്ന് CPM ആരോപിക്കുന്നു. ഏതായാലും കാട്ടായിക്കോണം കൌൺസിലർ സിന്ധു ശശിയുടെ തലയ്ക്ക് പൊട്ടലുണ്ട്. 4 തുന്നിക്കെട്ടലുകൾ അവരുടെ തലയ്ക്കുണ്ട്. മെഡിക്കൽ കോളേജ് കൌൺസിലർ സിന്ധുവും അതുപോലെ തന്നെ CPI കൌൺസിലർ വീണയ്ക്കും അണമുഖം കൌൺസിലർ വീണയ്ക്ക് അടക്കമുള്ളവർക്കും പരിക്കുണ്ട്. അവരെ നേരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ മേയർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മേയറെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവർക്ക് ശ്വാസതടസ്സമുണ്ട്. 7-8 BJPയുടെ വനിതാ കൌൺസിലർമാർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്കും ഗുരുതരമായ പരിക്കേറ്റുവെന്നാണ് BJPയുടെ ആരോപണം. 2 ഭാഗത്തെയും കൌൺസിലർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വലിയ സംഘർഷമുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട്. സമീപകാലത്തും നഗരസഭ കാണാത്ത തരത്തിലുള്ള സംഘർഷമാണ് ഉണ്ടായത്. സുഗതനെ സംരക്ഷിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് CPMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിഷേധമുള്ളത്. സുഗതനെ കൈവിടില്ല എന്ന് BJP നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. സുഗതനെ പുറത്തിറക്കി സത്യപ്രതിജ്ഞ ചെയ്യിക്കണം. 20 ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യില്ലെങ്കിൽ സുഗതന്റെ നഗരസഭാ അംഗത്വം നഷ്ടമാകും. അതൊഴിവാക്കാൻ നടപടികൾ BJP ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലത്തെ സത്യപ്രതിജ്ഞ അടക്കമുള്ള ചട്ടവിരുദ്ധതയ്ക്കെതിരെ CPM കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഏതായാലും തിരുവനന്തപുരം നഗരസഭാ ആസ്ഥാനം വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് മാറുകയാണ്. റിലേ സത്യാഗ്രഹം കൌൺസിൽ ആസ്ഥാനത്തിന് പുറത്ത് CPM തുടരുന്നുണ്ട്. സുഗതന് ജാമ്യം കിട്ടുമോ എന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. 22 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും കൌൺസിൽ സ്ഥാനത്തേക്ക് എത്തണം. മാത്രമല്ല കാപ്പ കേസിൽ പ്രതിയാണ്. 2 കൌൺസിലുകളിൽ ഇതിനകം സുഗതൻ ഹാജരായില്ല. അതുകൊണ്ടാണ് 3 കൌൺസിൽ തുടർച്ചയായി ഹാജരായില്ലെങ്കിൽ സുഗതന് അംഗത്വം ആ വഴി നഷ്ടമാകും. എന്നാൽ സുഗതൻ ഒരു കൌൺസിൽ മാത്രമാണ് ഹാജരാകാത്തത്. 29-ാം തീയതി ഹാജരാകാൻ കഴിയില്ല. അടുത്ത കൌൺസിലിൽ മുമ്പ് സുഗതനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. ഏതായാലും തിങ്കളാഴ്ച കൌൺസിൽ യോഗം ചേരുന്നുണ്ട്. അവിടെയും സമാനമായ രംഗങ്ങൾക്ക് സാധ്യതയുണ്ട്. വലിയ സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് തിരുവനന്തപുരം നഗരസഭാ ഭരണം മാറുകയാണ്. BJP നേരിയ ഭൂരിപക്ഷത്തിൽ സ്വതന്ത്ര പിന്തുണയോടുകൂടി ഭരണം കൊണ്ടുപോകുന്ന നഗരസഭയാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു കൌൺസിലർ കൂടി നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് അവർ എത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നഗരസഭാ രാഷ്ട്രീയം ഒന്നുകൂടി ശക്തമാക്കാൻ അവിടെ BJPക്ക് ശക്തമായ രംഗത്ത് വരാൻ പ്രതിപക്ഷമായ CPMും കോൺഗ്രസും ഒക്കെ നിലപാടെടുക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭ ഇനിയും ഇത്ര സംഘർഷാത്മക സാഹചര്യം ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. തീർച്ചയായും എന്തായാലും തുടർ ദിവസങ്ങളിലാണ് നാടകീയ സംഭവങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരങ്ങേറുന്നത്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.